2024-25 അക്കാദമിക് ഇയറിലെ സെന്റ് തോമസ് കോളേജിലെ PG പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയിൽ PG പ്രോഗ്രാമിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് എങ്ങനെ ഫയൽ ചെയ്യാം എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണ്. ഇവിടെ നമുക്ക് രജിസ്റ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ രജിസ്റ്റർ ഫോമിൽ പോയിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഒഫീഷ്യൽ റെക്കോർഡ്സിലുള്ള പേര്, അതുപോലെ ജെൻഡർ, ഇമെയിൽ ID, മൊബൈൽ നമ്പർ എന്നിവ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ പേര് നിങ്ങളുടെ ഫുൾ നെയിം തന്നെയാണ് എഴുതുന്നത്. നിങ്ങൾ SSLC ബുക്കിലോ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിലുള്ള പേര് കറക്റ്റ് ആയിട്ട് തന്നെ എഴുതണം. അതുപോലെ ഇമെയിൽ ID നിങ്ങളുടെ സ്വന്തം ഇമെയിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ. ഈ 3 കാര്യങ്ങളും പിന്നീട് ഒരു കാരണവശാലും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഈ എൻ്റർ ചെയ്ത ഇമെയിൽ IDയിലേക്കും അതുപോലെ മൊബൈൽ നമ്പറിലേക്കുമായിരിക്കും ഇനി തുടർന്നുള്ള എല്ലാ ഇന്റിമേഷൻസും വരിക. അപ്പൊ അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ പേരും കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ജെൻഡറും എൻ്റർ ചെയ്യുക. ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻ്റർ ചെയ്ത ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ ലോഗിൻ IDയും പാസ്വേഡും വരുന്നതാണ്. ആ ലോഗിൻ IDയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്കിവിടെ ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ IDയും പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് വരിക. ഇവിടെ നിന്ന് PG സെലക്ട് ചെയ്ത് അഡ്മിഷൻ ടു PG പ്രോഗ്രാം 2024 സെലക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്, റിസർവേഷനും UG സ്ട്രീമും. റിസർവേഷൻ കറക്റ്റ് ആയിട്ടുള്ള റിസർവേഷൻ തന്നെ സെലക്ട് ചെയ്യുക. ഇത് പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യുക. പിന്നെ അതിനുശേഷം നിങ്ങൾ പഠിച്ച BSc കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ BA കോഴ്സ് UG പ്രോഗ്രാം ഏതാണെന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾ പഠിച്ച UG പ്രോഗ്രാം ഇതിൻ്റെ അകത്ത് അവൈലബിൾ അല്ലെങ്കിൽ admissions@stthomas.ac.in എന്ന് പറയുന്ന ഇമെയിൽ IDയിലേക്ക് ഒരു മെയിൽ അയക്കാവുന്നതാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കൂടെ വെച്ചുകൊണ്ട് ഒരു മെയിൽ അയക്കുക. നമ്മളത് ആഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളത് കറക്റ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്യുക. ഞാനിവിടെ BSc കമ്പ്യൂട്ടർ സയൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്. സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ PG പ്രോഗ്രാംസും ഇവിടെ കാണിക്കും. നിങ്ങൾക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ അപ്ലൈ എന്ന് കൊടുക്കുക. അപ്ലൈ എന്ന് കൊടുത്തു കഴിയുമ്പോൾ കൺഫേം എന്ന് വരും. ദെൻ ഇവിടെ പേ ചെയ്യാവുന്നതാണ്. പേയ്മെന്റിന് വേണ്ടി പല ഓപ്ഷൻസ് ഉണ്ട്. UPI ഉണ്ട്, അതുപോലെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്, അതുപോലെ നെറ്റ് ബാങ്കിങ്, വാലറ്റ് കാർഡ്സ് എല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെ പേയ്മെന്റ് സ്റ്റാറ്റസ് കാണിക്കും. ഇവിടെ സക്സസ് ഉണ്ടാകും. അതല്ലെങ്കിൽ നമ്മുടെ ചെക്ക് സ്റ്റാറ്റസിലുണ്ടാവും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആണോ ഫെയിലിയർ ആണെന്ന് കാണിക്കാവുന്നതാണ്. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോയിലായിട്ട് അടച്ചിരിക്കുക. ഇവിടെ നമ്മുടെ കറക്റ്റ് രജിസ്റ്റർ ചെയ്ത സമയത്തുള്ള പേര് കറക്റ്റ് ആയിട്ട് കാണിക്കും. അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതിനുശേഷം നമ്മുടെ എന്തെങ്കിലും ഇനീഷ്യൽസിന്റെ എക്സ്പാൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ കൊടുക്കുക. അതിനുശേഷം ഫോട്ടോയും സിഗ്നേച്ചറും, സ്കാൻഡ് ഫോട്ടോയും സ്കാൻഡ് സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് രണ്ടും ചെയ്യുക. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തതിനു ശേഷം ബാക്കി ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ബ്ലഡ് ഗ്രൂപ്പ്, നാഷണാലിറ്റി, അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇവിടെ ഇമെയിൽ ഐഡിയും അതുപോലെ ഫോൺ നമ്പറും രജിസ്റ്റർ ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്ത ഇമെയിൽ ID ഫോൺ നമ്പറും തന്നെയാണ് വരുന്നത്. അത് പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഈ റിലീജിയൻ സെലക്ട് ചെയ്യാവുന്നതാണ്. റിലീജിയൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിലീജിയൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നോ റിലീജിയൻ വേണ്ടി സെലക്ട് ചെയ്യുക. അതുപോലെ കാസ്റ്റ്, ഇത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാസ്റ്റ്, ഏത് റിലീജിയൻ സെലക്ട് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാസ്റ്റുകൾ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പം ഏത് കാസ്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് കാസ്റ്റ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ നോ റിലീജിയൻ ആണ് കൊടുക്കുന്നത്. അപ്പം വേണമെങ്കിൽ നോ കാസ്റ്റ് ഉണ്ടാവും, അത് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഡയോസിസ് എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല, മാൻഡേറ്ററി അല്ല. ദെൻ റിസർവേഷൻ നമ്മൾ ജനറൽ റിസർവേഷൻ ആണ്. ഇത് നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത സമയത്ത് നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോമിന്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തതാണ്. അത് ജനറൽ സെലക്ട് ചെയ്തതാണ്. അത് പിന്നെ മാറ്റാൻ സാധിക്കുന്നതല്ല. ഇനി സീറ്റ് റിസർവേഷൻ ആണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, അത് ശ്രദ്ധിക്കണം. അതായത് സീറ്റ് റിസർവേഷൻ നമുക്ക് എയ്ഡഡ് പ്രോഗ്രാമുകളിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സീറ്റ് റിസർവേഷൻ ആണുള്ളത്. 4 തരത്തിലുള്ള സീറ്റ് റിസർവേഷൻ. ഒന്ന് മാനേജ്മെന്റ് കോട്ട. അത് നമുക്ക് മാനേജ്മെന്റ് കോട്ട സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം ആണ് ഫയൽ ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ ഫോമിന് ശേഷം സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും, അത് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഉള്ളത് ജനറൽ കോട്ടയുണ്ട്, അതുപോലെ SC/ST റിസർവേഷൻ ഉണ്ട്. പിന്നെ ഉള്ളത് കമ്മ്യൂണിറ്റി റിസർവേഷൻ ആണ്. കമ്മ്യൂണിറ്റി റിസർവേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ
സീറോ മലബാർ ഡയോസിസിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റി കോട്ട റിസർവ് ചെയ്തിരിക്കുന്നത്. അവർ ഈ ഒരു സിറിയൻ കാത്തലിക് സീറോ മലബാർ തൃശൂർ ഡയോസിസിനുള്ള ഈ ഓപ്ഷൻ നിർബന്ധമായി സെലക്ട് ചെയ്യേണ്ടതാണ്. കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഇത് സെലക്ട് ചെയ്യേണ്ടതാണ്. ഇത് സെലക്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് അതിലേക്കുള്ള എലിജിബിലിറ്റി ആദ്യ സമയത്ത് ലഭ്യമാകുന്നതല്ല. അപ്പൊ അത് കാരണം അത് കറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ജനറൽ ആണെങ്കിൽ ജനറൽ സെലക്ട് ചെയ്യുക. SC/ST ആണെങ്കിൽ SCO ST ഏതാണെന്ന് വെച്ചാൽ അത് കറക്റ്റ് ആയിട്ട് തന്നെ എൻട്രി ചെയ്യേണ്ടതാണ് സീറ്റ് റിസർവേഷൻ. പിന്നെ സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് ETB, ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻസ്, അതുപോലെ മുസ്ലിം, OBH മുതലായ കാറ്റഗറിയിലേക്ക്, SC/ST മുതലായ കാറ്റഗറിയിലേക്ക് നമുക്ക് റിസർവേഷൻ ഉണ്ടാകുന്നതാണ്. അവിടെ നമുക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് റിസർവേഷൻ ഉണ്ടാകുന്നതല്ല. സോ ഏതാണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള റിസർവേഷൻ സീറ്റ് റിസർവേഷൻ കാറ്റഗറി സെലക്ട് ചെയ്യുക. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അത് അഡ്മിഷന്റെ സമയത്ത് ഹാജരാക്കി ചെയ്യേണ്ടതാണ്. പിന്നെ അടുത്തത് ആനുവൽ ഇൻകമാണ്. ആനുവൽ ഇൻകം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഫീസ് റിസർവേഷൻ. ഫീസ് റിസർവേഷൻ എന്ന് പറയുന്നത് SC/ST OEC കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾക്ക് ആനുവൽ ഇൻകം എത്രയാണെങ്കിലും അവർക്ക് ഫീസ് റിസർവേഷൻ ഉണ്ടാകുന്നതാണ്, ഫീസ് കൺസെഷൻ ഉണ്ടാകുന്നതാണ്. ഓക്കെ. അടുത്തതായിട്ട് ജനറൽ OBC കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ആനുവൽ ഇൻകം 1 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അവർക്കും ഫീസ് കൺസെഷൻ ഉണ്ടാകുന്നതാണ്. അതുപോലെ OBC H കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾ, അതായത് OBC കാറ്റഗറിയിൽ പെടുന്ന എന്നാൽ OEC കാറ്റഗറിയിൽ പെട്ട ആളുകളുടെ എഡ്യൂക്കേഷണൽ റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക് 6 ലക്ഷം വരെ ആനുവൽ ഇൻകം ഉണ്ടെങ്കിലും അവർക്ക് ഫീസ് കൺസെഷൻ ലഭിക്കുന്നതാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ഫീസ് റിസർവേഷൻ സെലക്ട് ചെയ്യുക. ഇപ്പൊ ജനറലുണ്ട്, ഫീസ് കൺസെഷൻ ഒന്നും ഇല്ലാത്തവര് ജനറൽ ആണെങ്കിൽ ജനറലിന്, OBC ആണെങ്കിൽ OBC അത് കറക്റ്റ് ചെയ്യുക. ദെൻ ജനറലിന് ജനറലിന് OBC ഫീസ് കൺസെഷൻ ഉള്ളവർ ജനറൽ കൺസെഷൻ അല്ലെങ്കിൽ OBC കൺസെഷൻ സെലക്ട് ചെയ്യുക. ദെൻ OEC ആണെങ്കിൽ OEC, SC/ST ആണെങ്കിൽ SC/ST, ദെൻ OBC H ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. അതിനുശേഷം കാൻഡിഡേറ്റിന്റെ ആധാർ നമ്പർ, കമ്മ്യൂണിക്കേഷൻ അഡ്രസ് മുതലായ കാര്യങ്ങൾ എൻ്റർ ചെയ്യുക. അത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവസാനം നമ്മൾ ബസ് കൺസെഷൻ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ബസ് കൺസെഷൻ ആവശ്യമുള്ളവരാണെങ്കിൽ S സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ്, അതായത് KSRTC ആണോ പ്രൈവറ്റ് ആണോ മറ്റേതാണോ ഉണ്ടാകും, അത് എൻ്റർ ചെയ്യണം. ആവശ്യമില്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങളുടെ ബസ് റൂട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ അടിച്ചു കൊടുക്കാവുന്നതാണ്. ദെൻ സബ്മിറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞത്, എൻ്റർ ചെയ്തത്. അതിനുശേഷം അടുത്തത് നമ്മൾ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്തത്. സോ ആദ്യം തന്നെ ഇവിടെ CAPID ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ആണ്. ഇത് CAPID ലഭിക്കുന്നതിനായിട്ട് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുമ്പോൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പം ഇപ്പോൾ നമുക്കിത് ആവശ്യമില്ല, പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തതിനു ശേഷം അവിടെ നിന്നും CAPID ലഭ്യമാക്കേണ്ടതാണ്. സോ അഡ്മിഷന്റെ സമയത്ത് അത് ലഭിക്കുകയാണെങ്കിൽ അത് കൊണ്ടുവരണം. അല്ലാത്ത പക്ഷം നമുക്ക് പിന്നീട് ഓഫീസിൽ അത് ഹാജരാക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, അത് നമ്മളെ സ്ട്രീമാണ്, മാർക്ക് സ്ട്രീം അല്ലെങ്കിൽ ഗ്രേഡ് സ്ട്രീം ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ഒക്കെ ബാധിക്കുന്നതാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് എടുത്തിട്ട് അത് എത്ര സ്കെയിലാണ്, നിങ്ങളുടെ ഗ്രേഡ് പോയിന്റുകൾ ഏത് സ്കെയിലാണ് നോക്കിയിട്ട് അത് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ കറക്റ്റ്ലി 10 പോയിന്റ് സ്കെയിലാണ്. ദെൻ മുൻപത്തെ വർഷങ്ങളിൽ 4 പോയിന്റ് സ്കെയിലും 6 പോയിന്റ് സ്കെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഏതാണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലാതെ മറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ളവർക്ക് 10 പോയിന്റ് സ്കെയിൽ ആയിരിക്കും, അത് ചൂസ് ചെയ്യുക. ഇനി അതല്ലാതെ തന്നെ മാർക്ക് സ്ട്രീം ഉണ്ടെങ്കിൽ അത് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് മുൻകാലം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പഠിച്ചിറങ്ങിയവരാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു പക്ഷേ മാർക്ക് സ്ട്രീം ആയിരിക്കും, മാർക്കായിരിക്കും, അത് ഇവിടെ ചൂസ് ചെയ്യുക. അതിനുശേഷം അടുത്തത് നമ്പർ ഓഫ് ചാൻസസ് ആണ്. എത്ര ചാൻസിലാണ് നിങ്ങൾ പാസ്സായിട്ടുള്ളത്? ഒരു പ്രാവശ്യമാണെങ്കിൽ 1,
2 വർഷം എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. ദെൻ നെയിം ആൻഡ് പ്ലേസ് ഓഫ് ദി കോളേജ്, ദെൻ UG രജിസ്റ്റർ നമ്പർ, ദെൻ ഡിഗ്രി പാസ്സായ മാസം, അതായത് മാർച്ച് ആയിരിക്കും സാധാരണയായിട്ട്, ദെൻ ഇയർ, ദെൻ UG പെർസെൻറ്റേജ്, ദെൻ ഏത് രാജ്യത്താണ് ഇത് പഠിച്ചിരിക്കുന്നത്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് സ്റ്റേറ്റിലാണ്, ദെൻ HSC ഹയർ സെക്കൻഡറി, അതുപോലെ SSLC ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ എൻറ്റർ ചെയ്യണം. അതിനുശേഷം സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു വിൻഡോയിലായിട്ടാണ് നമ്മൾ വരുന്നത്. ഇവിടെ നമ്മളുടെ UGയുടെ ഓരോ കോഴ്സുകളുടെയും മാർക്കുകൾ എൻറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്യുക. ഇവിടെ തെറ്റായിട്ട് മാർക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് എത്തിയാൻ സാധിക്കുന്നതല്ല. അത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷനെ, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലെ സ്ഥാനത്തിനെ ഒക്കെ അഫക്ട് ചെയ്യുന്നതാണ്. സോ കറക്റ്റ് ആയിട്ട് തന്നെ ക്രെഡിറ്റും ഗ്രേഡ് പോയിന്റും അല്ലെങ്കിൽ മാർക്കാണെങ്കിൽ മാർക്കും അതൊക്കെ കറക്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്യുക. ഇവിടെ കോർ കോഴ്സ് 1 നിങ്ങളുടെ കോർ കോഴ്സ് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അതിന് 6 സെമസ്റ്ററിലെ അതിന്റെ ടോട്ടൽ സബ്ജക്ട് ക്രെഡിറ്റും ഗ്രേഡ് പോയിന്റും കൺസോളിഡേറ്റഡ് ഗ്രേഡ് പോയിന്റും ഇവിടെ കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ്, അത് ഇംഗ്ലീഷ് ആയിരിക്കും, അത് ചൂസ് ചെയ്യുക. ദെൻ സബ്ജക്ട് ക്രെഡിറ്റ് ഗ്രേഡ് പോയിന്റ് കൊടുക്കുക. ദെൻ സെക്കൻഡ് ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ് ക്രെഡിറ്റും ഗ്രേഡ് പോയിന്റും. അതിനുശേഷം കോംപ്ലിമെന്ററി 1, കോംപ്ലിമെന്ററി 2, കോംപ്ലിമെന്ററി പഠിച്ചിട്ടുള്ളവർ കോംപ്ലിമെന്ററി 1, 2 കോംപ്ലിമെന്ററി ഉള്ളവർ 1ഉം 2ഉം കൊടുക്കുക. 3 ഉള്ളവർ 1, 2, 3 എന്ന് മാർക്ക് എൻറ്റർ ചെയ്യുക. അതുപോലെ ദെൻ ഓപ്പൺ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. പിന്നെ അതുപോലെ ഡബിൾ മേജർ പഠിച്ച ആളുകളുണ്ടെങ്കിൽ കോർ കോഴ്സ് 1 ഇവിടെ കൊടുക്കുക. ദെൻ കോർ കോഴ്സ് 2 ഇവിടെ കൊടുക്കുക. ട്രിപ്പിൾ മേജർ ആണെങ്കിൽ കോർ കോഴ്സ് 1, കോർ കോഴ്സ് 2, 3 ഇവിടെ കൊടുക്കാവുന്നതാണ്. സോ അതിന്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് വരിക. ഇവിടെ നിങ്ങളുടെ വെയിറ്റേജ് ഡീറ്റെയിൽസ് കൊടുക്കും. അതായത് എക്സ് സർവീസ്മെന്, സ്പോർട്സ്, ഡിഫറൻറ്റ്ലി ഏബിൾഡ്, CSS, ലക്ഷദ്വീപ്, NCC സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ ഇല്ലിറ്ററസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം, ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് വെയിറ്റേജസ് ഉണ്ട്. അപ്പൊ ഇത് ഏതെങ്കിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അത് ചൂസ് ചെയ്യേണ്ടതാണ്. ചൂസ് ചെയ്താൽ മാത്രം പോരാ, അഡ്മിഷന്റെ സമയത്ത് അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നിങ്ങൾ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ്. ഇനി ഒന്നിലധികം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ കൊടുത്തതിനു ശേഷം അത് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. ഇവിടെ ഫൈനൽ സബ്മിറ്റ് ചെയ്തത് നിങ്ങൾക്ക് മുമ്പ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യുന്നത് സാധ്യമല്ല. അത് കാരണം കറക്റ്റായിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്ത ശേഷം എല്ലാം കറക്റ്റ് ആയിട്ട് ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഫൈനൽ സബ്മിഷൻ നടത്തുക. ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞാൽ ഇവിടെ മൈ ആപ്ലിക്കേഷൻസ് പറഞ്ഞ ഒരു വിൻഡോയിലായിരിക്കും പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് കാണാം. സക്സസ് ആണ്, ഫീസ് പേയ്മെന്റ് സക്സസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ റിവ്യൂ നോക്കാവുന്നതാണ്. ഇതിന്റെ ഓരോ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. അത് എല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു കോഴ്സിന് കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ മോർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫീസ് പേ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഫീസ് പേ ചെയ്ത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ മൈ ആപ്ലിക്കേഷൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രിന്റ് ഓപ്ഷൻ ഉണ്ട്. ഈ പ്രിന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അഡ്മിഷന്റെ സമയത്ത് കൊണ്ടുവരാവുന്നതാണ്. അഡ്മിഷന്റെ സമയത്തല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഓഫീസിലേക്ക് ഇതിന്റെ പ്രിന്റ് ഔട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. ഇനി കമ്മ്യൂണിറ്റി കോട്ടയിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന കുട്ടികൾ ഈ പ്രിന്റ് ഔട്ടിൽ പാരിഷ് പ്രീസ്റ്റിന്റെ സിഗ്നേച്ചർ വാങ്ങുന്ന സ്ഥലമുണ്ട്. അവിടെ പാരിഷ് പ്രീസ്റ്റിന്റെ സിഗ്നേച്ചർ വാങ്ങി അഡ്മിഷന്റെ സമയത്ത് കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഈ ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ സ്പോർട്സിന്റെ അച്ചീവ്മെന്റ്സിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുമായിട്ട് സെന്റ് തോമസ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നേരിട്ട് കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നേരിട്ട് അവിടെ എത്തിക്കേണ്ടതാണ്. സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികളല്ലാതെ വേറെ ഒരു കുട്ടികളും ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട് നേരിട്ട് സെന്റ് തോമസ് കോളേജിൽ എത്തിക്കേണ്ട ആവശ്യമില്ല. അഡ്മിഷന്റെ സമയത്ത് മാത്രമാണ് അത് എത്തിക്കേണ്ടത്. താങ്ക് യു.